സങ്കീർത്തനം 61:2. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എനിക്ക് അത്യുന്നതമായ പാറയിങ്കലേക്ക് എന്നെ നടത്തണമേ. ബൈബിളിൽ മനസ്സിനെയും ചിന്താസ്ഥാനത്തെയും ജീവനെയും ആത്മാവിനെയും ഒക്കെ സാന്ദർഭികമായി ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷ, സാഹിത്യരൂപം, കാവ്യപ്രയോഗം തുടങ്ങിയ പല കാരണങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഹൃദയമെന്ന് കാണുമ്പോൾ ആ സന്ദർഭത്തെക്കൂടെ മനസ്സിലാക്കി വേണം അർത്ഥം ഗ്രഹിക്കാൻ. ഇവിടെ മനസ്സ് എന്ന ആശയത്തിലാണ് ഹൃദയം ക്ഷീണിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് ഒട്ടനേകം ഘടകങ്ങളുടെ ഒരു സങ്കീർണ സമ്മേളനമാണ്. തലച്ചോറ് അതിൽ പ്രധാനമായിരിക്കുമ്പോൾ തന്നെ അതിലേക്ക് സന്ദേശങ്ങൾ എത്തിക്കുന്ന നാഡീവ്യൂഹം, ഹോർമോണുകൾ എന്നിങ്ങനെ പല ഭാഗങ്ങൾ അതിലുണ്ട്. അതിനാൽ തന്നെ മനസ്സ് ക്ഷീണിക്കാൻ ഇതിൽ പല കാര്യങ്ങളും കൃത്യമായ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റം വരുന്നതാകാം. മാനസിക നില തെറ്റുന്നവരുടെ മനസ്സിന് പോലും ചിലപ്പോൾ ഒരു ചെറിയ താളം തെറ്റലാകാം കാരണം. അതിനെപ്പോലും ആധുനിക ശാസ്ത്രത്തിന് പരിഹരിക്കാൻ വളരെ പ്രയാസമായിരിക്കുമ്പോൾ ഏത് ക്ഷീണിച്ച അവസ്ഥയിൽ നിന്നും അത്ഭുതകരമായി രക്ഷിക്കാൻ ദൈവത്തിന് കഴിയും. ആകയാൽ ഏതെങ്കിലും നിമിഷത്തിൽ മനസ്സ് ക്ഷീണിക്കുന്നു എന്ന് തോന്നിത്തുടങ്ങിയാൽ അല്പം പോലും വൈകാതെ നമ്മുടെ മനസ്സിനെ ഉൾപ്പെടെ നിർമ്മിച്ച, അതിനെ ഏറ്റവും നന്നായി ഉന്മേഷമുള്ളതാക്കാൻ കഴിയുന്ന സ്രഷ്ടാവായ ദൈവത്തിൽ ആശ്രയിക്കുക. ഉറക്കെ കരയുമെന്നാണ് ഈ വാക്യത്തിൽ കാണുന്നത്. മനസ്സിലെ സങ്കടങ്ങൾ ആരോടും പറയാതെ അടക്കി വച്ചിരിക്കുന്നവർ പെട്ടെന്നൊരു ദിവസം പൊട്ടിത്തെറിക്കുകയോ ഉൾവലിയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഏത് വിഷമവും ദൈവസന്നിധിയിൽ കരഞ്ഞ് പങ്കുവച്ചാൽ നമ്മുടെ നല്ല സ്നേഹിതൻ കൂടെയായ യേശു ക്രിസ്തു അതറിയുന്നതിനാൽ മനസ്സിൻ്റെ ഭാരങ്ങൾ അകറ്റി ആശ്വാസം നൽകും. അവിടുത്തെ ഹിതം നമ്മെ അറിയിക്കുന്നതിനാൽ തന്നെ നാം ബലം പ്രാപിക്കും. നമ്മുടെ പാറയായ ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതിനാൽ ഹൃദയം ധൈര്യം പ്രാപിക്കും. സ്വർഗോന്നതം വിട്ട് നമ്മെ തേടി ഭൂമിയിൽ വന്ന യേശു ഭൂമിയുടെ അറ്റത്തു നിന്ന് വിളിക്കുമ്പോൾ ക്ഷീണിച്ച ഹൃദയത്തെ പുതുശക്തി കൊണ്ട് നിറയ്ക്കുമെന്ന വാഗ്ദത്തം ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.